ഇന്ന് ഞാനൊരു ഡിന്നർ റെസിപ്പി ആയിട്ട് വന്നിട്ടില്ലേ. നമുക്ക് ഡിന്നർ ആയിട്ടും അതേപോലെ തന്നെ സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ഒരെണ്ണം മതി ഒരാളുടെ വയറ് നിറയെ കഴിക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ചിക്കൻ ടിക്ക മുർത്തബക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രൈ പാനിൽ ഒരു ടേബിൾ സ്പൂണിൽ 1-1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ബോൺലെസ് ആണ് കേട്ടോ. കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ട് ചിക്കൻ്റെ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറിലോട്ട് വരും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ആ ഒരു വെള്ള കളർ വരുവാണെങ്കിൽ ചിക്കൻ നമുക്ക് പെട്ടെന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ കറക്റ്റ് ആ ടേസ്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം നന്നായിട്ട് ചിക്കൻ നല്ല വെള്ള കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 നുള്ളു ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. എല്ലാം ഒരുപാട് വേണ്ട, ഇച്ചിരി ഇച്ചിരി മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ചിക്കൻ നമ്മൾ ഏകദേശം ഒരു 100-120 ഗ്രാം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇച്ചിരി ഉണ്ടാവുള്ളൂ, ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഒരുപാട് തോന്നുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്ത പോലെ ആക്കുക ചെയ്യുക. അപ്പോൾ ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, അത്രയും മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-12 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇത് നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു കുഞ്ഞു സവാളയും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചെറിയ പീസായിട്ടൊന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴേക്കും നന്നായിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത പോലെ ഒരു പരുവത്തിൽ വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇത്രയൊക്കെ തന്നെ പണിയുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കണം. മാവ് ആദ്യം റെഡിയാക്കി ഒന്ന് കുഴച്ച് വെച്ചിട്ട് മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. മാവ് എന്ന് പറഞ്ഞാൽ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. മൈദക്ക് പകരം ഗോതമ്പ് വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മൈദയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതൊക്കെ കുഴച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ മസാലയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ഏകദേശം നന്നായിട്ട് മാവ് ഒന്ന് അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ കാരണം ഒരു 1/2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് മസാല ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് കുഴച്ചെടുക്കണം. ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇത്രയും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ കുറഞ്ഞത് വെക്കാം. 1 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് മസാലയുടെ ഒരു ബാക്കി കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് നമ്മുടെ മസാല നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് മുട്ടയിലൊന്ന് മിക്സ് ആയിട്ട് ഇരിക്കും. അപ്പോൾ കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മുട്ടയും തക്കാളിയൊക്കെ എല്ലായിടെയും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി മാവ് തുറന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാവ് അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒരു 4 പീസാക്കി മാറ്റുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരാൾക്ക് ഒരെണ്ണം മതി വയറ് അത്യാവശ്യം ഒന്ന് ഫില്ലാവാനായിട്ട്. അതുകൊണ്ടാണ് ഡിന്നർ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്നാക്ക് ആയിട്ട് ചെറിയ ചെറിയ സ്നാക്കുകളായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 8 പീസൊക്കെ ആക്കി ചെയ്യുകയാണെങ്കിൽ സ്നാക്ക് എന്നുള്ള രീതിക്ക് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് റോളർ വെച്ച് ചപ്പാത്തി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഓയിലാക്കാൻ മറക്കരുത്. കീറി പോകുന്നു തോന്നുവാണെങ്കിൽ മേലേക്ക് ഇത്തിരി ഓയിലാക്കിയിട്ടൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി.
അപ്പോൾ ഞാൻ ബാക്കിയൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കുക, കാരണം അപ്പോഴാണ് കഴിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൊടി ഇട്ടിട്ട് പരത്തരുത് കേട്ടോ, പൊടി ഇട്ട് പരത്തി കഴിഞ്ഞാൽ ചുട്ട് കഴിയുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലയിൽ ഇത്തിരി ഒന്ന് ഓയിലാക്കിയിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ എവിടേക്കാണോ കട്ടിയുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിലാക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കീറിപ്പോയി എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, നമ്മളത് കവർ ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് മസാല ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് വലിച്ചതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്കൊരു സ്ക്വയർ ആക്കിയിട്ടൊന്ന് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയാണെങ്കിലും 4 പോർഷനാക്കി മാറ്റിയിട്ട് അതിലൊരു പോർഷൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം ഇത് നമ്മൾ 4ആയിട്ടൊന്ന് മടക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ് കേട്ടോ, നല്ല കോൾഡ് ആയിട്ടിരിക്കുകയാണ്, നല്ല ജലദോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. അധികം സൗണ്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ അതേ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കാം, ഒട്ടും ഓയിലില്ലാതെ. പക്ഷേ ഇങ്ങനെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് ഇതിട്ടിട്ട് തിരിച്ചും മറച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട, അപ്പോൾ പുറമെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു വേവില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് ആവശ്യമുള്ള കളർ ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, കാരണം നമ്മൾ അത്രയും തിന്നായിട്ട് മടക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ 2 സൈഡും അത്യാവശ്യം ഒന്ന് റെഡിയായി എന്ന് തോന്നുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ സൈഡ് ഡിഷ് ഒന്നും വേണ്ട, കാരണം ഉള്ളിലത്തെ ഫില്ലിങ് തന്നെ അത്രയും അടിപൊളി ഫില്ലിംഗ് ആണ്. നമുക്ക് സോസോ അങ്ങനെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കണം അതൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടീസിനാണെങ്കിലും അടിപൊളിയായിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.